I-40 Proന്റെ Forty Pro.
സാംസങ്. ഇത് ന്യൂ മോഡൽ ഉണ്ടോ? അതൊരു 8300 രൂപ. ഇതൊരു 14,500 രൂപ. സെക്കൻഡ് ഉണ്ടോ? ഇതൊരു ഇല്ല കംപ്ലൈന്റ് ഒന്നുമില്ല. വാറന്റിയാണ്, 1 ഇയർ വാറന്റിയാണ്. ചെക്ക് ചെയ്ത് നോക്കുക. ചാർജർ ബോക്സ് പീസ് ആയിരിക്കും. വേറെ മോഡൽ അത് ഓർഡർ കിട്ടിയുള്ളൂ. വൈകുന്നേരത്തെ വരെ ഉള്ളൂ സ്റ്റോക്ക്. സെക്കൻഡ്സ് നല്ലത് ഇരിപ്പുണ്ട്. സെക്കൻഡ്സ് വേറെ കൂടെ ഒന്ന് കാണിച്ചു. ഇതൊക്കെ എല്ലാം 10-നകത്ത്. ഇല്ല ഇല്ല. അതൊരു 9,500. ഐഫോൺ സെക്കൻഡ് ഉണ്ടോ? ഐഫോൺ സെക്കൻഡ് ഉണ്ട്. ഓക്കെ. ചാർജർ ബോക്സ് പീസ് ഇതിലിപ്പോ 2,200, ഇത് 1,700, ഇത് 1,300. 2,200 വരും. ഇല്ല, കളർ ചേഞ്ച് ഉണ്ടാവും. 1 ഇയർ വാറന്റി ഉണ്ട്. അഡ്ജസ്റ്റ് ആവും.
ഇല്ല അത് പീസ് പ്രീപെയ്ഡ് വേറെ ഫോണുണ്ടോ? ഇല്ല എത്രയോ അതുകൊണ്ടൊന്നും ഇത് റേറ്റ് ഒന്നും അറിയോ? അത് 700 മാക്സിമം എത്ര പറഞ്ഞു? 7 കുറച്ചുകൂടെ ഗ്ലാസ് പൗച്ച് ഇതൊന്ന് മാക്സിമം ഒന്ന് കുറച്ച് പോകാൻ. ഇല്ല ഗ്ലാസ് പൗച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഫോൺ എടുക്കുന്നു എത്രയാണെന്ന് പറഞ്ഞ്? 7 ഗ്ലാസ് പൗച്ചും കൂടെ അഡ്ജസ്റ്റ് ചെയ്യാം. രണ്ട് ദിവസം ഇറങ്ങിയത് ഇതൊന്ന് മാക്സിമം എല്ലാവരും കേറിയിട്ടുണ്ട്. ഒരു 4 രൂപയ്ക്ക് തരാം. സെക്കൻഡ് ഹാൻഡ് ഫോണല്ലേ, ഒരു 4 രൂപയ്ക്ക് തരാം. 4 രൂപയ്ക്ക് തന്നെ എനിക്ക് കാശ് എന്നിട്ട് വാങ്ങാം. മാക്സിമം 7 പിന്നെ ഒരു പൗച്ച് ഗ്ലാസ് ഗ്ലാസ് പിന്നെ 300 പൗച്ച് 200 വരെ അത് അഡ്ജസ്റ്റ് ചെയ്ത് ഒട്ടിച്ചാൽ കുഴപ്പമില്ല. 500 കുറയില്ല. ഇതാണെങ്കിലോ ഇത് കുറച്ച് പഴയ മോഡലാണ് കറണ്ട് മറ്റേ തന്നെ പറ, ഒന്നോടൊന്ന് പറ എത്രയാവും. മാക്സിമം എത്രയല്ല വലിയ പറയില്ല. മാക്സിമം എത്രയുള്ളൂ? എന്റെ ഫോണിന്റെ ഡിസ്പ്ലേ പൊട്ടിപ്പോയി. അങ്ങനെയാണ് ഇപ്പൊ ഞാൻ ഫോൺ വാങ്ങാൻ ഇറങ്ങിയത്. നിങ്ങളുടെ കടയിൽ കയറിയിട്ട് ശരിയല്ല. ഒന്ന് പറയില്ല, എന്നാലും മാക്സിമം കുറച്ചൊന്ന് പറയും. 200 കൂടെ കുറച്ച് മാക്സിമം എത്ര? എനിക്കൊരു 400-500 തരും. നമുക്ക് വന്നതിൽ അതിനെക്കാടി കൂടുതലാണ് അത്രയും പറയും. എന്നാലും ഇതെത്രയാണ്? അതൊരു 1000 തന്നിട്ട് പോയിട്ട് ആരും മണിക്കൂർ ഇതെത്രയാണെന്ന് പറഞ്ഞാൽ 1000? അതൊരു 1800 1700 ഇവിടെ ATM ഉണ്ടോ? ATM കുറച്ച് താഴെ. കുറച്ച് പോണം. കുറച്ച് അപ്പൊ ഇതൊന്ന് മാറ്റി പിന്നെ ATM പോയിട്ട് പോകണം. ഇപ്പൊ പോ. നീ ATM പോയിട്ട് ഓ പോവാൻ പോ. ഇപ്പൊ പോവാ വന്നാ ഇപ്പൊ വരെ ATM പോയിട്ട് അല്ല നോക്കിട്ട് പോവാ. ഇപ്പൊ വരാം. ഫോൺ വില കുറച്ച് തരാം. ഞാൻ വന്നാൽ പിന്നെ ഞാൻ പോയിട്ട് വരാം. ATM വരെ പോകണം. ഇല്ല വില കുറച്ച് തരാം. വന്നാ ഇങ്ങനെ ഫോൺ ഇതിനെ വച്ചപ്പോ 6 ഫോൺ ഉണ്ടായിരുന്നു. ഇപ്പൊ ഇവിടെ 3 ഉള്ളൂ. ക്യാമറ ഉണ്ട്.
അതെനിക്ക് അറിയില്ല. ഞാൻ പുറത്തുപോയി ക്യാമറ ഉണ്ട്. ഞാൻ ആ ഫോൺ എടുക്കല്ലേ. അപ്പൊ ഞാൻ പോയിട്ട് പൈസ എടുത്തിട്ട് വരാം. ഇതിന്റെ കാര്യമല്ല, ഇതിപ്പോ 6 ടച്ച് ഫോൺ 6 സെക്കൻഡ് നോക്കാൻ തന്നില്ലേ? ഇതിപ്പോ വേറൊരാള് നിന്നായിരുന്നല്ലോ, വേറെ അത് എന്നോട് പറഞ്ഞിട്ട് എന്ത് കാര്യം? ക്യാമറ ഉണ്ടോ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം, അല്ലെങ്കിൽ പോലീസിനെ വിളിക്കുകയെങ്കിലും ചെയ്യാം. അങ്ങനെ പറയരുത്. ഞാൻ വേറെ കസ്റ്റമർ ഒക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പൊ കുഴപ്പമില്ല, നമുക്ക് ക്യാമറ വിളിക്കുക, ക്യാമറ നോക്കി അല്ല വെയിറ്റ് ചെയ്താൽ മതി. അങ്ങനെ നമുക്ക് പോലീസിനെ വല്ല വിളിച്ച് നോക്കിട്ട് പോവാം. വെയിറ്റ് ചെയ്താൽ അതാണ് ഞാൻ ഫോണൊന്നും എടുത്തിട്ടില്ല. അതായത് ബാക്കിൽ നോക്കിയോ ഫോണൊന്നും എടുത്തിട്ടില്ല. വെയിറ്റ് ചെയ്താൽ മതി. ക്യാമറ ചെക്ക് ചെയ്ത് നോക്കിട്ട് പറയാം, അല്ലെങ്കിൽ പോലീസിനെ വല്ല വിളിക്കാം. ഇല്ല, ഞാൻ ഫോൺ എടുത്തിട്ടില്ല. അല്ല എടുത്താൽ കുഴപ്പമില്ല, വാങ്ങിച്ചിട്ട് പോയാൽ മതി, കുഴപ്പമൊന്നുമില്ല. അല്ലെങ്കിൽ നമുക്ക് പോലീസിനെ വിളിക്കാം. ഇല്ലെന്ന് ഞാൻ ഹോട്ടലിൽ ഞാൻ ATM പോയിട്ട് വന്ന് ഞാൻ സാധനം വാങ്ങിയിട്ട് വരാം. അതല്ല, സാധനം എടുത്ത സാധനം വെച്ചിട്ട് പൈസ എടുത്തിരുന്ന സാധനം കാണിച്ചു. അതിന്റെ ബാഗിൽ നോക്കിട്ടോ അല്ല നിങ്ങൾ വെക്കണേ വെക്കില്ലെങ്കിൽ നമുക്ക് പോലീസിനെ വിളിക്കാം, കുഴപ്പമില്ല. നമ്മൾ ഡയറിയായിട്ടുണ്ട്, കോൾ ചെയ്താൽ മതി. വെക്കണേ വെക്കുക, നമുക്ക് സാധനം നാടിയായിട്ട് നമുക്ക് നോക്കിയിട്ട് എടുക്കാം, കുഴപ്പമില്ല. ഇവിടെ ക്യാമറ ഉള്ളതാണ്, ക്യാമറ നോക്കി എന്തായാലും നമുക്ക് പിടിക്കും. സ്റ്റേഷനെ വിളിക്കാം, കുഴപ്പമില്ല. ഇല്ല സാർ, ഞാൻ ATM പോയിട്ട് വരാമോ? അല്ല, നമുക്ക് സ്റ്റേഷനെ വിളിക്കാം, അവിടെ വന്നിട്ട് പോവാം. ഇല്ല, ഞാൻ ATM പോയിട്ട് വരാമോ? ഇല്ല, അതിന്റെ നമുക്ക് വിളിച്ചിട്ട് വന്നിട്ട് പോവാം. ഇല്ല സാർ, നിങ്ങൾ അങ്ങനെ പോലീസിനെ ഒന്നും വിളിക്കണ്ട. നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയോ? അതിന്റെ ബാഗിൽ നോക്കി. ഹലോ, കരമന സ്റ്റേഷനില്ലേ? പോലീസിനെ ഒന്നും വിളിക്കണ്ട. ഇത് കരമന മൊബൈൽ ഷോപ്പിൽ നിങ്ങളൊന്ന് നോക്ക്. ഞാനൊന്നും എടുത്തിട്ടില്ല. ഇവിടെ ഒരു ഫോൺ പോയിട്ടുണ്ട്. ഞാൻ എടുത്തിട്ടില്ല, ഞാൻ ഒന്നുമേ എടുത്തിട്ടില്ല. ഷോപ്പ് വരെ ഒന്ന് ഞാൻ നിങ്ങളുടെ ഫോണൊന്നും നിങ്ങൾ ചെക്ക് ചെയ്യണോ? നിങ്ങളൊന്ന് ചെക്ക് ചെയ്യണം. ഞാൻ നിങ്ങളുടെ ഫോൺ കവർ കൂടെ ഇല്ലായിരുന്നു കയ്യിൽ? ഇല്ല, ഒന്നുമില്ല. കവർ കൂടെ ഉണ്ടായിരുന്നു? ഇല്ല, നിങ്ങൾ എന്റെ ബാഗിൽ ചെക്ക് ചെയ്ത് നോക്കണം. എടുത്തിട്ടില്ല, ഞാൻ എടുത്തിട്ടില്ല. ഫോണിന്റെ വേറെ കസ്റ്റമറൊക്കെ നിന്നിട്ടുണ്ടായിരുന്നു. ഇല്ല, അത് അവരെന്റെ ഫ്രണ്ടിലല്ലേ, ഞാൻ കണ്ടായില്ല, അത് കുഴപ്പമില്ല. അല്ലാതെ കവർ കൂടെ വേറെ ഉണ്ടായിരുന്നല്ലോ? ഇല്ല, എന്റെ കുറേ കവറൊന്നും ഇല്ലായിരുന്നു. ഞാൻ ബാഗിൽ കവർ ഉണ്ടായിരുന്നു. നിങ്ങളെ കാലിന്റെ എവിടെ നോക്കിയാണ് അത് ആ കവർ ഒന്ന് എടുത്താൽ അവിടെ തോന്നി ആ കവർ ഒന്ന് എടുത്താൽ നോക്കട്ടെ. അത് നോക്കട്ടെ, ഒന്ന് പുറത്തെടുത്താൽ നോക്കട്ടെ. പോലീസ് ഇപ്പൊ ഒരു അതിനൊക്കെ എടുത്താൽ നമുക്ക് അതിനകത്ത് നമുക്ക് മാന്യമായിട്ട് സംസാരിച്ചിട്ട് എടുത്താൽ പോലീസിനെ വിളിക്കല്ലേ പ്ലീസ്. ഞാൻ എടുത്തിട്ടില്ല. പോലീസ് വരുന്നുമ്പോ എടുക്കുകയാണെങ്കിൽ നമുക്ക് മാന്യമായിട്ട് സംസാരിച്ചത് എടുക്കാം, കുഴപ്പമില്ല. പോലീസ് വരുന്നുമ്പോ എടുക്കാൻ നമുക്ക് മാന്യമായിട്ട് സംസാരിച്ചത് കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ ഒരു 5 മിനിറ്റ് വരെ തൊട്ടപ്പുറത്താണ് സ്റ്റേഷൻ. നേരെ ഓപ്പോസിറ്റ് കാണുന്ന സ്റ്റേഷൻ 5 മിനിറ്റ് വരെ നിങ്ങൾ അതിന്റെ ഷാഗെടുത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് മാന്യമായിട്ട് കുഴപ്പമില്ല പോവാം. ക്യാമറ ഉള്ളതാണ്, എന്തായാലും പിടിക്ക് ക്യാമറ ഉള്ളതാണ്. ഫോൺ എടുക്കണമല്ലോ, നമുക്ക് ക്യാമറ നോക്കാം. അപ്പൊ നിങ്ങൾ അതൊന്ന് കാണിച്ചാൽ നോക്കട്ടെ. അല്ല, അതൊന്ന് കാണിച്ചാൽ നമുക്ക് പോവാം. നോക്കട്ടെ, 5 ഫോണുള്ള 5 ഫോണുണ്ട്. കള്ളി 5 ഫോൺ. നിങ്ങളല്ലേ ഇവിടുത്തെ ഫോൺ എടുത്തിട്ടില്ലെന്ന് പറഞ്ഞത്? വലിയ ഇതെന്താണ് 5 ഫോൺ? 5 ഫോൺ എത്ര പേരെ സാധനം അറിയാമോ? 5 ഫോൺ പുറത്തിറങ്ങണ്ട, അകത്തായിരിക്കും. എടുത്തൊരു സമാധാനം പറഞ്ഞിട്ട് പോയാൽ മതി. അപ്പൊ 5 നിങ്ങൾ എടുത്തല്ലേ അവിടെ? ഇല്ല, വെളിയിറങ്ങൂല. ഇല്ല, പിന്നെ നിങ്ങളെ കയ്യിൽ നമ്മളിപ്പോ ഫോൺ ഇപ്പൊ കവറിൽ എടുത്തത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. നമുക്ക് ആരുടെ കിട്ടിയാലേ പറ്റുള്ളൂ. ഫോൺ എടുക്കോ? കൊടുക്കാനില്ല, അത് നിൽക്കി അവിടെ പോലീസ് വന്നിട്ട് പോയാൽ മതി. പോലീസിനെ വിളിക്കാം. ഇവിടെ ആദ്യമായിട്ടാണ് ഇങ്ങനെ പറയുന്നത്. നമുക്ക് ഇവിടെ ഇങ്ങനെ മോശം പോകുന്നത്. അതിനാണ് ക്യാമറ ഇല്ലല്ലേ? പോലീസ് വന്നിട്ട് പോയാൽ പോലീസ് വന്നിട്ട് പോയാൽ ഇല്ല പോലീസ് വന്നിട്ട് പോയാൽ പോലീസ് വന്നിട്ട് പോയാൽ ഇല്ല വേണ്ട പോലീസ് വന്നിട്ട് പോയാൽ പോലീസ് വന്നിട്ട് പോയാൽ ഹലോ